രാത്രി 7:30 ദോഹ, വെളുപ്പിന് 2:30. രാത്രി 7:30 അല്ല, അത് ദോഹ 7:30. 5:30 മണി അല്ല 2:30 മണി എറണാകുളം 2:30 മണി. 10:30 മണി. അപ്പോൾ കറക്റ്റാണ് എല്ലാം. 10:30 മണിക്ക് എറണാകുളം ടൈമൊക്കെ ഓക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെയും സുഖമായി പോകുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്നിൻ്റെ വീഡിയോ ആണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കും ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ അമ്മയും ചേട്ടനും 3 മാസത്തെ അയർലൻഡ് വാസത്തിന് ശേഷം തിരിച്ചു പോകാനായിട്ട് റെഡി ആവുകയാണ്. എൻ്റെ ഡിസ്പ്ലേ പോയി. ഗൈസ്, ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയെ പാക്ക് ചെയ്യാണ്. അമ്മയും ചേട്ടനെയും ഒരുമിച്ച് പാക്ക് ചെയ്യാണ്. ഇനി എന്നെന്ന് അറിയത്തില്ല, നമ്മൾ എന്നാണ് നാട്ടിൽ പോകുന്നതെന്ന് അറിയത്തില്ല. എന്നൊരു ഇനി നല്ലൊരു വീടൊക്കെ വാങ്ങിച്ചിട്ട് ഉടനെ ഇല്ല, അതിന്റെ കുറെ ബാധ്യതകളെല്ലാം ഒതുക്കിയ കടം തീർന്നല്ല ബാങ്കിലെ കടം തീർന്നല്ല. നിങ്ങൾ വാങ്ങിക്കാനുള്ള സാധനങ്ങൾ വീട്ടിലേക്കെല്ലാം വാങ്ങിച്ച് പറക്കിയെല്ലാം ഒതുക്കിയതിന് ശേഷം ഒരു ക്ഷീണം കുറച്ച് മാറുമ്പോ അശോകന് ക്ഷീണമാവാ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, കടം തീരൂല, അതെനിക്കറിയാം. നോക്കാം. എത്രയും പെട്ടെന്ന് ഞാൻ പറയണില്ല, പതുക്കെ സാധാരണ 5 വർഷത്തിനകത്ത്. 5 വർഷമുണ്ട്, ആ സമയമുണ്ട്. 5 വർഷം അതൊക്കെ സമയം ലാവിഷാണ്. ഞാൻ കാര്യമെങ്കിൽ കുറഞ്ഞ ഗുളികകൾ എല്ലാം പനി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വരാനൊക്കെ നോക്കാം. ആ ഒരു പ്രാവശ്യം കൂടി തന്നെ, അപ്പോഴും കൂടെ വരുവുള്ളൂ. പിന്നെ അങ്ങ് വയസ്സാകയില്ലേ. എനിക്കും വയസ്സായി. വീടിന് ഇതേ പിന്നെ ഇത്രയും കൊണ്ടത് വേണം. ഇവിടുന്ന് പോവാന്നിട്ട് ചുമയും, അവിടുന്ന് ഞാൻ വരാന്നിട്ട് കാര്യം. അത് പിന്നെ അതെന്തിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വരണത് വീർത്ത് തള്ളി വന്നിട്ട് 2 ആഴ്ചയായേ ഇതൊരിക്കും വേദന പോയിട്ടില്ല. അപ്പോൾ ഗൈസ്, ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് 2 ലഗേജ് ബാഗും 2 ഹാൻഡ് ബാഗും ഉണ്ട്. ലഗേജ് ഒരു ക്യാമറ ബാഗും ഉണ്ട്. ക്യാമറ നന്നാക്കാനായിട്ട് നമ്മൾ നാട്ടിൽ കൊടുത്തു വിടുവാണ്. അതിൻ്റെ ഡിസ്പ്ലേ പോയി. പിന്നെ ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുത്തു വിടാനായിട്ട്. സ്നാക്ക് ടൈം ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇവിടുന്ന് വെളുപ്പിന് ഇന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. അവർക്ക് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് ടൈം. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ദൂരമാണ് ഇവിടുന്ന് എയർപോർട്ടിലോട്ട്. സോ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ വെളുപ്പിനെ എയർപോർട്ടിലോട്ട് പോകുന്നുള്ളത് കൊണ്ട് ഒരു പീസ് കേക്കൊക്കെ വെച്ച് കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അങ്ങനെ ഫൈനലായിട്ട് ചേട്ടനും ചാച്ചനും കൂടി ബാഗിൻ്റെ വെയിറ്റൊക്കെ നോക്കി വെക്കുകയാണ്. അപ്പോൾ ഇവർ കൊച്ചി ചെന്നിട്ട് അടുത്തൊരു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് ട്രിവാൻഡ്രത്തോട്ട്. അന്നേരം വെയിറ്റ് ഇവർക്ക് 15 കിലോ അവിടെ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവർക്ക് 15 കിലോയെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. സോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരിക്കൽ കൂടി ഫോട്ടോയൊക്കെ എടുത്തു, സെൽഫിയൊക്കെ എടുത്തു. ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് പോയതെന്നറിയില്ല. ഇവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഇവരെ മിസ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പ്രസൻസ് നമ്മളെ ഈ വീട്ടിൽ എല്ലായിടത്തും കാണും. നമ്മൾ പോയ വഴികളും നമ്മൾ ഇരുന്നതും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളും നമുക്ക് ഓർമ്മ വരും. എന്തായാലും അത് മതി എനിക്ക്. രാവിലെ തുടങ്ങിയ പെരുമഴയാണ് കേട്ടോ, ഇതുവരെയും നിന്നിട്ടില്ല. അങ്ങനെ ചേട്ടനെയും ഋഷാനെയും മാലോയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അവരവിടുന്ന് ട്രെയിനിലാണ് വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും എയർപോർട്ടിലോട്ട് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ എറൗണ്ട് ഒരു 3 hours ട്രാവലെങ്കിലും ഞങ്ങൾക്ക് വരും. ഇതാവുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ എയർപോർട്ട് ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ നമ്മൾ തലേ ദിവസമേ അവൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത്.
ട്രെയിൻ വരാൻ ഇനിയും 10 മിനിറ്റ് ബാക്കി നിൽക്കെ അവർ കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നേരത്തേക്കും അവരുടെ ട്രെയിൻ വരികയും ചെയ്തു. പിന്നെ ചാച്ചൻ അവർ രണ്ടുപേരെയും ബോഗിയിൽ കയറ്റി വിട്ടിട്ടാണ് പിന്നെ നമ്മളടുത്തോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കാറിൽ യാത്ര തുടങ്ങി. അപ്പോൾ അമ്മയും യുവാനും വാവച്ചിയും കൂടി ബാക്കിലിരിപ്പുണ്ട്, ഞാനും ചാച്ചനും കൂടി ഫ്രണ്ടിലാണ്. നമ്മള് ചേട്ടായിനെയും റിഷാനെയും നമ്മൾ ട്രെയിൻ കയറ്റി വിട്ടു. ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പിക്കി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ കാറിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാർ സീറ്റൊക്കെ വെച്ച് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും കുട്ടനെയൊക്കെ കാർ സീറ്റിലിരുത്തി. ഇങ്ങനെയുള്ള ദിവസമാണ് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ യാത്ര മുഴുവൻ ഡേയും 40% മുതൽ 100% വരെ മഴയാണ്. അതിന്റെ കാര്യമില്ല, പക്ഷെ ഒരു നല്ല കാലാവസ്ഥ അല്ല എന്നേ ഉള്ളൂ. കുഴപ്പമില്ല, കാറിലൊക്കെ പോകുന്നതുകൊണ്ട് മഴയൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി. കാരണം യാത്രാ ക്ഷീണമൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിപ്പായിരുന്നു. ചെന്നപാടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ വിശേഷം പറഞ്ഞ് ഇരിപ്പായി. അവിടെയാണെങ്കിൽ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു തണുപ്പം മറ്റുള്ള കാലാവസ്ഥയായിരുന്നു. നോക്കിയേ ചാച്ചനെ, നോക്കിയേ ഞങ്ങൾക്കിവിടെ സമ്മറാകുമ്പോൾ നമ്മൾ ജനൽ വന്നിട്ട് നടക്കണം. ചൂടാ വീഡിയോ പറയണ്ടി. ഇനിയിപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുമല്ലേ, അപ്പോൾ മിക്ക വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ അവർ കടയിൽ പോയി കുറച്ച് ലോഗൊക്കെ വാങ്ങി ആദ്യമായിട്ട് ഇതാ കത്തിച്ച് നോക്കുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് കിടന്നായിരുന്നു, കാരണം രാവിലെ വെളുപ്പിനെ പോകണമല്ലോ. ഇതൊരു 2 BHK ഹൗസായിരുന്നു. അപ്പോൾ അന്നേരം ഇവിടെ ഒരു ബങ്ക് ബെഡ് ഉണ്ടായിരുന്നത് കൊണ്ട് മേളിൽ റിസാനും ചാച്ചനും കൂടെ കിടന്നു, താഴെ ഞങ്ങൾ 4 പേരും കൂടെ കിടന്നു. ഞാനും അമ്മയും ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അലാറം കേൾക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എണീറ്റായിരുന്നു. 3 മണിക്ക് ഞങ്ങൾ എണീറ്റു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ 3 മണിക്ക് എണീറ്റു. ഇപ്പോൾ നമ്മൾ രാവിലെ ചായ ഇടാനുള്ള പരിപാടിയിലാണ്. ഹായ്. അപ്പോൾ അവരൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ 3 മണിയാണ്. അപ്പോൾ രാവിലെ റെഡി ആയിട്ട് കാണാം. ഇപ്പം രാവിലെയാണ് ഓർത്തത് നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ പെട്ടെന്നൊരു വീഡിയോ എടുക്കുകയായിരുന്നു രാവിലെ. ഇതാണ് നമ്മുടെ കൂട്ടുകാർ ഷംനയും. രാവിലത്തെ ടീ ടൈമാണ്. ഇന്നലെ രാത്രി വന്നപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചതും ഇവിടെ വീട്ടിൽ വന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിന്റെ ഒന്ന് തീർക്കാന്ന് വിചാരിച്ചു. നമ്മൾ പോവാൻ വേണ്ടിട്ട് ഇറങ്ങി. വണ്ടിയിലോട്ടൊക്കെ കയറി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഹായ് പറ നമ്മള് റെഡിയായി. കുട്ടികളൊക്കെ വണ്ടിക്കകത്ത് കയറി. ഹായ് യുവി. ഹലോ കുട്ടി. ഓക്കെ. അപ്പോൾ 2 കാറിലായിട്ടാണ് ഞങ്ങളിതാ എയർപോർട്ടിൽ പോകുന്നത്. ഇപ്പോൾ 4:10 ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇവിടെ നിന്ന് ഏതാണ്ട് 1 hour ജേർണി ഉണ്ട് അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് പാർക്കിൻ്റെ ഇവിടെ എത്തി പാസ്സൊക്കെ എടുത്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അകത്തോട്ട് നടക്കുവാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ചേട്ടനെയും റിസാനെയും മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരങ്ങ് തിരിച്ചു പോയി. ഞങ്ങളിതാ അവിടെയോട്ട് പോവുകയാണ്. ഒരു ഉമ്മ കൊടു, കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുത്തേ ഇവി, കെട്ടിപ്പിടിച്ചു കൊടുത്തേ ഇവി, കൊടുത്തേ. അവന്റെ മുഖം കണ്ടുകൂടാ, അവൻ മൂടി പോയിരിക്കുന്നു. അങ്ങോട്ട് കയറി നിൽക്കും. കയ്യെ പിടിച്ചോ സുമൾ, കയ്യെ പിടിച്ചോ. ബൈ ബൈയാ. പോണാ ഫ്ലൈറ്റിൽ പോണാ? ടാറ്റാ.
ഇസമോൾ ഒരു ഉമ്മ കൊടുത്തേ. ഇസമോൾ മാമച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തേ. കൊടുത്തേ. പോ രാജമെടുത്ത് പോ. നടന്നോ അമ്മ, അങ്ങോട്ട് നടന്നു. നടന്നേച്ച് തിരിച്ചു വന്നാൽ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല. പോയിട്ട് വരാൻ പറ. നെക്സ്റ്റ് വെക്കേഷൻ. ഋഷന്റെ കളിയും എല്ലാം മിസ്സാവും അല്ലേ? നിങ്ങള് മാമച്ചി അവിടെ ഇരുന്ന് കളിക്കും. അവിടെ മാമച്ചി വീട്ടിൽ ഇരുന്ന് കളിക്കും. നീ ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി. അങ്ങനെയല്ലേ കളിക്കാൻ പറ്റൂന്ന് പറഞ്ഞേ. ആ പോയിട്ട് വന്നു. ശരി. ശരി. ബൈ ബൈ ബൈ. ഓ എവിടെ പോണോ കുട്ടി? എവിടെ പോണ്? അവളെ കൂടെ പോ. ഇവിടുത്തെ എയർപോർട്ടിൽ ഇതുപോലെ നമുക്ക് അകത്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടി അവരുടെ കൂടെ ചിലവഴിക്കാനായിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടിയതിന് ശേഷം അമ്മയ്ക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൗണ്ടറിൽ വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആളെത്തിയായിരുന്നു അവരെ കൊണ്ടുപോകാനായിട്ട്. അവളെ കൊണ്ടുവരും. അമ്മ ഇരുന്നോ? ശരി. മാമാ പൊക്കെ സ്പീഡിൽ പൊയ്ക്കോ. നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളടുത്ത് യാത്ര പറഞ്ഞ് ദൂരേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അവർക്കും അത് തന്നെയാണ്. അമ്മയ്ക്കൊക്കെ ഒത്തിരി സങ്കടമായി. ഇപ്പം നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം നമ്മുടെ നല്ലതിനെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം യാത്ര പറയുവാണ്. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരിക്കലെങ്കിലും അവരിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതിന് ഏറ്റവും നന്ദി പറയുന്നത് ചാച്ചനോടും ദൈവത്തിനോടും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയായിരുന്നു. പാർക്കിംഗ് ഫീ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിൽക്കുവാണ്. ഈ 3 മാസവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടേ പെട്ടെന്ന് തിരിച്ചു പോയപ്പോൾ അമ്മയും കാറിലില്ല. അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു കുറച്ച് നേരത്തേക്ക്. നമുക്ക് ഇവിടുന്ന് വീട്ടിലോട്ട് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അപ്പം വീട്ടിലെത്തുമ്പോൾ 9:15 അതുകൊണ്ട് തന്നെ സ്കൂളിൽ വിടാനും കഴിഞ്ഞില്ല കുട്ടികളെ. വെളുപ്പിനെ ഉണർന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പം ഞങ്ങൾ പകുതി ദൂരം എത്തിയപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. അവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. എല്ലാവരുമായിട്ട് അങ്ങ് കഴിക്കുവാണ്. വീട്ടിൽ ചെന്ന് കയറിയപ്പോഴും എനിക്ക് അതിനേക്കാളും സങ്കടമായി അവരെ കാണാനായിട്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് നാട്ടിൽ പോകാനും അവർക്ക് ഇങ്ങോട്ട് വരാനുമുള്ള സാഹചര്യം ഇനിയും കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും.